ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിനയ്. ഇന്ന് രാവിലെ നീച്ച് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടി 19K വ്യൂസ്. അപ്പൊ ആ സന്തോഷത്തിൽ ഒന്ന് ഇൻസ്റ്റ നോക്കിയതാണ്. ഇൻസ്റ്റയിലും കയറിയിരുന്നു 80K വ്യൂസ്. ഇന്റെ ശിവനെ ഞാൻ പോലും അറിയാതെ ഫേമസ് ആയി നോക്കി. മെല്ലെ മെല്ലെ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടോ, റീച്ച് ആയി വരുന്നുണ്ട്. 4371 ലൈക്കൊക്കെ ആയി. എന്തിപ്പോ ചെയ്യാൻ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിനൊക്കെ ഒരു മുതൽക്കൂട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. വാവ്. എന്റെ ഗപ്പിക്കുട്ടിയൊക്കെ ഫുഡ് എടുക്കാൻ നോക്കിയപ്പോഴാണ് അതിലൊരു പുതിയ അതിഥി അവിഹിതം. രണ്ടും കൂടെ ഒരു പല്ലീനെ വിളിച്ചത് വീട്ടിൽ കയറ്റിയിരുന്നു. പേടിച്ചിട്ടൊന്നുമില്ല, എന്റെ ഫോണാണ് കേട്ടോ നിലത്ത് പോയത്. ഡെഡ് ആയിട്ടില്ലേ, അതിന് ജീവണ്ടായിരുന്നു. പിന്നെ അതിനെ ഞാൻ രക്ഷിച്ചിട്ടോ. ആള് നല്ല തക്കട് മുണ്ടനായിട്ട് ചാടിപ്പോയി. താഴെ വന്ന് നോക്കിയപ്പോ പെങ്ങളെ മക്കളൊക്കെ നല്ല കളി കേട്ടോ. നന്ദുട്ടന് പുതിയ വാക്കറ വാങ്ങിക്കൊടുത്തു. അയിമലാണ് പുതിയ കളി. കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ പിന്നെ എന്റെ മൂന്നാമത്തെ ചേച്ചിനെ വലുത് പാവാണ്, നല്ല നോക്കും. അടുക്കള ചെന്ന് നോക്കിയപ്പോ കൈജാത്താനോട് പറഞ്ഞ അടിപൊളി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്തക്ക. അപ്പൊ ഇന്ന് രാവിലത്തെ ചായക്കടി ഇതായിട്ടോ. മധുരം എന്ന് വെച്ചാൽ എജ്ജാതി മധുരം, അടിപൊളി. പഴുത്തക്ക മാത്രല്ല കേട്ടോ, പച്ചച്ചക്ക ഉണ്ടായിരുന്നു. പെങ്ങന്മാര് രണ്ടും കൂടി അതെറിഞ്ഞ് കൂട്ടാൻ വയ്ക്കാനുള്ള പുറപ്പാടാട്ടോ. എന്റെ മൂന്നാമത്തെ പെങ്ങളാണ് ഇന്നും അടുക്കളയിൽ ചക്കക്കൂട്ട ഉണ്ടാക്കണേ. കാര്യം ആളൊരു ചന്ദനമഴയിൽ അമർത്തിടുന്നുണ്ടെങ്കിലും കൈപ്പുണ്യത്തിന്റെ കാര്യത്തിൽ എന്റെ അമ്മേന്റെ അതേ കൈപ്പുണ്യം കിട്ടിയിരുന്നത് ഓക്കാട്ടോ. അവൾ എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാ. ചക്ക കൂട്ടാനാകുമ്പോ പിന്നെ പൊടിയണ്ണീന്റെ ഇല തന്നെ തിന്നണല്ലോ. ഇന്റെ അവിടെ തന്നെ പൊടിയണ്ണീന്റെ ഇല നാട്ടോ പറയാ. നിങ്ങളവിടെ എന്താ പറയാന്ന് കമന്റ് ചെയ്യട്ടോ. അങ്ങനെ റീൽസോളി ധ്യാനനും കൂട്ടി ഞാൻ പൊടിയണ്ണീന്റെ ഇല പൊട്ടിച്ച് വീട്ടിൽ കിട്ടും. ഈ ഇലയിൽ നല്ല ചൂടുള്ള ചക്ക കൂട്ടാൻ വിളമ്പോ ഒരു സ്മെല്ല് ഇങ്ങനെ വരാണ്ട് പടച്ചനെ നാവിലിങ്ങനെ വെള്ളം ഉരുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നും. എന്റെ ചേച്ചി ഉണ്ടാക്കിയതല്ലേ, ഒന്നും പറയാലല്ലോ, അടിപൊളി. ഇനി ഞാനും എന്റെ മക്കളും കൂടി ചക്ക കൂട്ടാൻ തിന്നട്ടെ. അപ്പൊ ബാക്കി നാളെ ഗുഡ് ബൈ.